PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് PSC തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് അടക്കം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഇടത് സംഘടനാ നേതാവ് ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷ എഴുതുന്നു. അതിൽ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അത് തെറ്റിപ്പോയി എന്ന് ഈ പരീക്ഷാർത്ഥിക്ക് എഴുതിയ ആളിന് തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് ആ ചോദ്യങ്ങൾ PSC റദ്ദാക്കി എന്നുള്ളതാണ്. 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പരീക്ഷ എഴുതിയ ആൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ 4 ചോദ്യങ്ങളും റദ്ദാക്കി. അങ്ങനെ 10 ചോദ്യങ്ങൾ വരെ റദ്ദാക്കി എന്നുള്ളതാണ് പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇപ്പോഴിതാ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ്. അവിടെ മറ്റൊരു പരീക്ഷ, ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷ, ആ പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ 92 മാർക്ക് നേടിയ ആൾ പട്ടികയിലെ ഇടം പിടിച്ചില്ല എന്നുള്ളതാണ്. അതേസമയം കേവലം 27 മാർക്ക് മാത്രം ലഭിച്ച ആൾ പട്ടികയിൽ ഏറ്റവും മുന്നിലെത്തുന്നു. ചിലർ എങ്കിലും PSC നടത്തുന്ന അഭിമുഖ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങുന്നു, 20 മാർക്ക് വരെ നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മികച്ച അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള എഴുത്തു പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങുന്നവർ ഒക്കെ ഈ അഭിമുഖ പരീക്ഷയിൽ അമ്പേ പരാജയപ്പെടുന്നു. ഇത്തരം തിരിമറികളും ക്രമക്കേടുകളും ആണ് PSCയിൽ നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു വാർത്ത കൂടി ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. MS അനീഷ് കുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, പലപ്പോഴായി PSCയിലെ പരീക്ഷകളെ സംബന്ധിച്ച് പരാതികൾ ഉയർന്നു വരാറുണ്ട് എന്നതാണ്. ഇപ്പോഴിതാ 90-ലധികം പരാതികൾ പല പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് PSCക്ക് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ, ആ പരീക്ഷയിലടക്കം എങ്ങനെയൊക്കെയാണ് അനുഭാവികൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് അവസരമൊരുക്കുന്നതിന് വേണ്ടി വഴികൾ തുറന്നു നൽകുന്നത് എന്നതിൻ്റെ വിവരമാണല്ലോ അനീഷിന് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും അഭിലാഷ്, മറ്റ് മേഖലകളിലൊക്കെ പോലെ തന്നെ ഈ പത്രപ്രവർത്തകരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഏക നിയമനം അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നതാണ് PRD വകുപ്പിൽ. അത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായ ഏജൻസികളൊന്നാണ്. സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മം നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇവർ. ഇവരുടെ ഈ തസ്തിക നിയമനത്തിൽ തന്നെ വലിയ വഴിവിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് നമുക്ക് കുറച്ച് വർഷങ്ങളായി തന്നെ അറിയാവുന്നത്. ഞാൻ തന്നെ പരമായി അപേക്ഷാർത്ഥിയായിരുന്ന 2017 നിയമനവുമായി ബന്ധപ്പെട്ട് 2017 അപേക്ഷ ക്ഷണിച്ചെങ്കിൽ പോലും അതിലേക്ക് പരീക്ഷ നടന്നത് പോലും 2021 സാധാരണഗതിയിൽ ഒറ്റയ്ക്കൊരു പരീക്ഷ നടത്താമെന്നുണ്ടെങ്കിൽ പോലും അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയോടൊപ്പമാണ് ആദ്യത്തെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് എന്ന രീതിയിൽ ഈ പരീക്ഷ നടത്തിയത്. പിന്നീട് ഒരു വിവരണാത്മക പരീക്ഷ ഇതിനുവേണ്ടി നടത്തുകയും ചെയ്തു. നമുക്കിതിൽ ഓരോന്നായി തന്നെ പരിശോധിച്ചാൽ ഇതിൽ ഏറ്റവും ആദ്യത്തെ അട്ടിമറി നടക്കുന്നത് ഇതിന്റെ യോഗ്യതകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്കറിയാം, ഈ ഇൻഫർമേഷൻ ഓഫീസർ എന്നത് ഒരു ജേർണലിസ്റ്റിക് സ്കിൽ അനിവാര്യമായ ജോലിയാണ്. സർക്കാരിന് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുക, പത്രക്കുറിപ്പുകൾ തയ്യാറാക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ അതിന് ജേർണലിസ്റ്റ് സ്കിൽ അനിവാര്യമാണ്. പക്ഷേ PSCയുടെ വിജ്ഞാപന പ്രകാരം വെറും ഡിഗ്രി മാത്രമുള്ള, അതായത് ബിരുദ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അയക്കാം. നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ഒട്ടനവധി ഈ ജേർണലിസം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന്റെ മീഡിയ അക്കാദമി മുതൽ വിവിധ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമുള്ള ജേർണലിസം കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ, PhD തുടങ്ങിയ അങ്ങനെ ഒരുപാട് മേഖലയിലാണ് ഈ ജേർണലിസം മേഖലയുമായി ബന്ധപ്പെട്ട പഠനവും ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു യോഗ്യതയും ഈ ഇൻഫർമേഷൻ തസ്തികയിൽ, ഓഫീസർ തസ്തികയിലേക്ക് വേണ്ട എന്നതാണ് PSCയുടെ ഏറ്റവും വലിയ ഒത്തുകളിയുടെ പ്രതീകം. അത് കേവലം ഡിഗ്രി മാത്രം യോഗ്യതയുള്ളവർക്ക് ആ പരീക്ഷയിൽ പങ്കെടുക്കാം. രണ്ടാമത്തെ യോഗ്യതയായി പറയുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഈ പ്രസിദ്ധീകരണ വിഭാഗത്തിലുള്ള പരിചയമാണ്. അതായത് നിരവധിയായ സർക്കാർ അംഗീകൃത മാധ്യമങ്ങളുണ്ട്, പ്രസിദ്ധീകരണങ്ങളുണ്ട്, സർക്കാരിന്റെ തന്നെ മാധ്യമ വിഭാഗങ്ങളുണ്ട്. ഇവയിലൊന്നും ഇവയിലൊക്കെ പരിചയമുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ, അതായത് സ്വകാര്യ സ്ഥാപനത്തിന്റെ ആണെങ്കിൽ പോലും പബ്ലിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്താൽ അവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ പരീക്ഷയ്ക്ക് പിന്നാലെ എത്തിയത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കുകയും ചെയ്തു. അതായത് എന്തിനാണ്
എന്തിനായിരുന്നു ഇത്തരം വിചിത്രമായ നിബന്ധനകളും ഇത്തരത്തിൽ അയഞ്ഞ യോഗ്യതകളും ആവശ്യപ്പെടുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായ ചോദ്യമായി ഉയർന്നു വന്നത്. പിന്നീടാണ് ഇതിന്റെ മൂല്യനിർണ്ണയത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും തിരിമറികൾ പ്രത്യക്ഷമാവുന്നത്. കാരണം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ പരക്കെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ഏജൻസിയാണ് PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കപ്പെടുമ്പോൾ അത് കൃത്യമായ മൂല്യനിർണ്ണയം നടക്കുന്നു, നീതിപൂർവമായ പെരുമാറ്റം നടക്കുന്നു എന്നൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ ഒരു തോന്നൽ. പക്ഷേ ഇവിടെയാണ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും മാർക്ക് കുറഞ്ഞയാൾ ഒന്നാമനാവുകയും ഒരാൾക്കൊരു ഉത്തരം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ ചോദ്യം തന്നെ റദ്ദാക്കുകയും ചെയ്യുന്ന ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് വരുന്നത്. ഈ പരീക്ഷയിൽ തന്നെ സാധാരണഗതിയിൽ ഈ വിവരണാത്മക പരീക്ഷകളിൽ നേരിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുമെങ്കിൽ പോലും ഒപ്റ്റിക്കൽ സ്ക്രീൻ മാർക്കിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവിടെ പരീക്ഷ മൂല്യനിർണ്ണയം നടത്തിയത്. നമുക്കറിയാം, അടുത്ത കാലത്ത് CBSE കുട്ടികളെ അങ്ങേയറ്റം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകിയത്, പ്രവേശന പരീക്ഷകൾ പോലും അതിന്റെ ഫലങ്ങൾ പോലും താമസിക്കാൻ ഇടയാക്കിയത് ഈ ഒപ്റ്റിക്കൽ സ്ക്രീൻ മാർക്കിംഗ് വഴിയുള്ള സാങ്കേതിക വിദ്യയിലൂടെ പരിശോധന കടലാസ് നോക്കിയതാണ്. പക്ഷെ നമുക്ക് ഈ സ്കൂളിലും കോളേജുകളിലും ഒക്കെ വേണമെങ്കിൽ പറയാം, കാരണം അവർ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഒപ്റ്റിക്കൽ സ്ക്രീൻ മാർക്കിങ്ങിലൂടെ മൂല്യനിർണ്ണയം നടത്തുന്നെങ്കിൽ ഇവിടെ വിവരണാത്മക പരീക്ഷയിൽ പലപ്പോഴും വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയുടെ ഈ അഭിരുചി വ്യക്തമാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലോ എന്ന ചോദ്യത്തിന് ഓരോ ഉത്തരം എഴുതുന്ന ആൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. അതിലേറ്റവും ഉചിതമായത് തിരഞ്ഞെടുക്കുകയാണ്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ആൻസർ കീ വെച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ പരീക്ഷയിൽ 1ാം റാങ്ക് 87 മാർക്ക് നേടി 100ൽ 87 മാർക്ക് നേടി 1ാം സ്ഥാനത്തെത്തിയ ആളും വിവിധ കോർപ്പറേഷൻ ബോർഡുകളിലേക്കൊക്കെ ഉള്ള ഈ PRO നിയമനങ്ങളിലൊക്കെ ഏറ്റവും തലപ്പത്തെത്തിയ റാങ്ക് ഉള്ളവർക്ക് പോലും കട്ട് ഓഫ് മാർക്ക് എന്ന 35 മാർക്ക് കടക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. ഇങ്ങനെ ഒരുപാട് ക്രമക്കേടുകളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അഭിലാഷം, ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് അനീഷ് പറഞ്ഞു വെച്ച കാര്യമുണ്ട്. അതിൽ തന്നെ ഒന്ന്, പരീക്ഷകളുടെ നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസം. 2017 ഉള്ള നോട്ടിഫിക്കേഷൻ, അതിന് പരീക്ഷ നടക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 3-4 വർഷങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു പശ്ചാത്തലം ആണ് ഉണ്ടാകുന്നത്. 2, ഈ സൂചിപ്പിക്കുന്ന പോലെ ചില ഉത്തര സൂചികകൾ വെച്ച് മറുപടി നൽകാൻ പറ്റാത്ത തരത്തിലുള്ള ഉത്തരങ്ങളെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്നാണല്ലോ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ അതിനു മുമ്പ് വരുമ്പോൾ യോഗ്യത എന്ന മാനദണ്ഡം തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന 100 കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലടക്കം ഇത് യോഗ്യതയായി വേണമെന്നില്ല എന്ന വിചിത്രമായ നിലയിലേക്ക് യോഗ്യതയെ മാറ്റിയെടുക്കുന്നത്. മറ്റൊന്ന് എക്സ്പീരിയൻസ് ആണ്, പ്രവൃത്തി പരിചയം എന്നുള്ളതാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു പക്ഷേ വ്യാജ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ജോലിക്ക് പ്രവേശിക്കാവുന്ന സാഹചര്യമടക്കം സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതെല്ലാം സ്വാഭാവികമായും സംശയിക്കപ്പെടേണ്ട ഒന്നാണല്ലോ അനീഷ്. തീർച്ചയായും ഇത്തരം നിരവധി സംശയങ്ങളാണ് ഇതിൽ വരുന്നത്. കാരണം ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാവുന്നു എന്നതാണ്. ഒരുപക്ഷെ അത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പോലും പറയാൻ പിന്നീട് സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം നമ്മൾ ഈ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുണ്ട്. ഇവർക്ക് കൃത്യമായ ഒരു ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക. അവർക്ക് ഈ ജോലി സംബന്ധമായ രേഖകളുണ്ടാവാം, പ്രൊവിഡന്റ് ഫണ്ട് അടയ്ക്കുന്ന രേഖകളുണ്ടാവും, അങ്ങനെ പലതരം കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പബ്ലിക്കേഷൻ വിഭാഗം എന്ന് പറയുമ്പോൾ അവർ ഒരു തല്ലിക്കൂട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ഒരു നിയമപരമായ സാധ്യത പലപ്പോഴും പരിശോധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റ് മതി എന്നത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഒരു അയഞ്ഞ സംവിധാനമുണ്ട്. പിന്നീടൊന്ന്, ഈ ആദ്യത്തെ ഘട്ടത്തിലെ OMR പരീക്ഷ നടന്നിരുന്നു. അന്ന് വിവരണാത്മക രീതിയിലൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള PSC പരീക്ഷ പോലെ തന്നെ. അതിനുശേഷം പിന്നീട് ഈ ജേർണലിസത്തിൽ പരിചയമുള്ള അല്ലെങ്കിൽ ഈ നിശ്ചിതമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്
സമർപ്പിച്ചവരെ രണ്ടാമതൊരു വിവരണാത്മക പരീക്ഷയ്ക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല. പക്ഷേ ഇവിടെ അസാധാരണമായൊരു കാര്യം നടന്നു. ഈ പരീക്ഷ നടക്കുന്നതിന് തലേ ദിവസം, അതായത് ആദ്യ പരീക്ഷയ്ക്ക് ശേഷം രണ്ടാമത് വിവരണാത്മക പരീക്ഷ നടക്കുന്നതിന് തലേ ദിവസം ഒരു 100-ലധികം ഉദ്യോഗാർത്ഥികളെ പ്രത്യേക ഉത്തരവിലൂടെ PSC ഈ പരീക്ഷ എഴുതാൻ അനുവദിച്ചു എന്നതാണ്. അവർക്ക് പലർക്കും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ചോ അവരുടെ ഹാൾ ടിക്കറ്റ്, പ്രൊവിഷണൽ ഹാൾ ടിക്കറ്റ് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കാം എന്ന് പറയുകയും ഈ പരീക്ഷ നടന്ന എറണാകുളത്തെ സെന്ററിൽ മാത്രം ഒരു പ്രത്യേക ഇടത്ത് ഇരുത്തി ഇവരെ പരീക്ഷ നടത്തുന്ന ഒരു സാഹചര്യം. എന്തിനാണ് ഇത്തരം ഒരു അസാധാരണ രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ഒരു പരീക്ഷയുടെ തലേ ദിവസം ക്ഷണിച്ചു വരുത്തുന്നത് എന്ന ഒരു ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റുകളും മറ്റും അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയപരിധി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് PSC നൽകിയതാണ്. അതിനുശേഷവും എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം എന്നത് വലിയ അവിടെയാണല്ലോ അനീഷ് ഇതിലൊക്കെ സംശയമുണ്ടാകുന്നത്. ഇതൊക്കെ പൊതു അറിയിപ്പായി വരുമ്പോഴാണ് ഈ താമസം. വേണ്ടപ്പെട്ടവർക്ക് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിക്കുകയും അവർ ഒരുങ്ങിയിട്ടുണ്ടാകുകയും ചെയ്യും. തീർച്ചയായും അതുതന്നെയാണ് ഈ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഈ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്ത് നേരാം വഴിയിൽ പരീക്ഷയ്ക്ക് കയറാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വഴിവിട്ട രീതിയിലെ പരീക്ഷ എഴുതിക്കാനുള്ള അനുമതിയാണ് ഇതെന്ന് നമുക്ക് കൃത്യമായി സംശയിക്കേണ്ടി വരുന്നത്. ഏതെങ്കിലും പരീക്ഷകളിൽ നമ്മൾ ഇത്തരത്തിൽ കേട്ടുകേൾവിയുണ്ടോ? പരീക്ഷയുടെ തലേദിവസം ഫോണിൽ വിളിച്ച് നിർദ്ദേശം നൽകുകയും പ്രൊവിഷണലായി അഡ്മിഷൻ ടിക്കറ്റ് നൽകി പരീക്ഷയ്ക്ക് ഇരുത്താൻ അനുവദിക്കുകയും ചെയ്യുക എന്നത്. പിന്നീട് ഈ പരീക്ഷയ്ക്ക് ശേഷവും പിന്നീട് വീണ്ടും ചില ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഈ 2 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് PSC പറഞ്ഞത്. ഈ പരീക്ഷയ്ക്ക് ശേഷം 13/3/2020 ലേബർ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ PSC ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഈ അപാകത പരിശോധിക്കാൻ അല്ലെങ്കിൽ അപാകത നീക്കം ചെയ്യാനെന്ന പേരിൽ 150ഓളം പേർക്ക് ഈ സ്ഥാപന മേധാവികളുടെ ഒപ്പോടുകൂടി ഈ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം എന്ന ഒരു വലിയ അസാധാരണമായൊരു ഉത്തരവ് വരികയും ചെയ്തു. ഇതിനൊക്കെ പുറമെയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഞാൻ അനീഷിലേക്ക് എത്താം. ഈ സൂചിപ്പിക്കുന്ന പോലെ വലിയ ക്രമക്കേടുകൾക്ക് കളമൊരുക്കുന്നു. ഇതെല്ലാം സംശയ നിഴലിൽ ആകുന്നത് PSCയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാത്തിനും അവസരമൊരുക്കുകയോ അവരെ അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെയാണ് ഈ തരത്തിൽ, അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് കൃത്യമായ സമയം നൽകുന്നില്ല, ഹാജരാകുന്നതിന് കൃത്യമായ സമയം നൽകുന്നില്ല. മാത്രവുമല്ല ഇതൊക്കെ ഒരുപക്ഷെ വേണ്ടപ്പെട്ടവർ, അതായത് ആരെയാണോ തിരികെ കയറ്റാൻ PSC തയ്യാറായിട്ടുള്ളത് അവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടാകാം. അനീഷ്, ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടത്, ഈ വിവരാവകാശ നിയമപ്രകാരം ഈ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഈ വിഷയം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ ഈ ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പരീക്ഷ നന്നായി എഴുതിയ ആളുകൾ പട്ടികയിലേക്ക് വരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ അത് നൽകാൻ PSC തയ്യാറാകുന്നില്ല. ഒരു വ്യക്തിക്ക് പരീക്ഷ എഴുതി എത്ര മാർക്കുണ്ട്, ആ മാർക്കിന് അർഹതപ്പെട്ട ആളാണ് എങ്കിൽ എന്തുകൊണ്ട് ആ മാർക്ക് ലഭിച്ചില്ല എന്നൊക്കെ ചലഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമല്ലോ. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട മറുപടികൾക്ക് തടയിടുന്ന ഒരു സമീപനം PSCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുവെങ്കിൽ അത് ഉറപ്പായും സംശയിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ അനീഷ്. തീർച്ചയായും PSCയുടെ ചരിത്രത്തിൽ ആദ്യമായാവും അത്തരമൊരു ഉത്തരവ് ഇറക്കുന്നത്. കാരണം ഈ പരീക്ഷയിൽ വിവരണാത്മക പരീക്ഷയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഈ അവരവർ എഴുതിയ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ആവശ്യപ്പെട്ട് PSCക്ക് അപേക്ഷ നൽകിയിരുന്നു. ഒപ്പം ഒരു പുനർമൂല്യനിർണ്ണയം എന്ന ആവശ്യം പോലും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ PSC അതിന് അന്ന് നൽകിയ മറുപടി പുനർമൂല്യനിർണ്ണയത്തിന് അനുമതി കൊടുക്കാറില്ല എന്നൊക്കെയാണ്. ഒപ്പം ഈ അപേക്ഷകൾ 2 തരത്തിൽ, വിവരാവകാശ നിയമപ്രകാരവും ഒപ്പം PSCക്ക് നേരിട്ടും അപേക്ഷയായി നൽകുകയും ചെയ്തിരുന്നു അന്ന് ഉദ്യോഗാർത്ഥികൾ. അന്ന് പക്ഷേ ഈ അപേക്ഷകൾ നൽകിയതിന് തൊട്ട് പിന്നാലെ ഒരു അസാധാരണമായ ഉത്തരവ് PSC ഇറക്കിയായിരുന്നു. അതായത് ഈ 2017 ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയുമായി ബന്ധപ്പെട്ട ഉത്തരക്കടലാസുകൾ നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ നൽകില്ല എന്നൊരു ഉത്തരവിലേക്ക് PSC നീങ്ങുന്നു. സാധാരണഗതിയിൽ ഒരു പരീക്ഷയ്ക്കും ഇറക്കുന്ന ഒരു ഉത്തരവല്ല. കൃത്യമായി ഈ കാറ്റഗറി നമ്പർ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് അന്ന് PSC ഉത്തരവിറക്കിയത് ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസ് നൽകില്ല എന്നത്. തീർച്ചയായും ഈ മാർക്ക് കുറവുണ്ട്
കഴിവുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് പരിശോധിക്കാൻ, എങ്ങനെയാണ് തങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തിയതെന്ന് പരിശോധിക്കാൻ പോലുമുള്ള അവകാശം നൽകുകയുണ്ടായില്ല. പിന്നീട് ഉദ്യോഗാർത്ഥികൾ ക്യാറ്റിനെയൊക്കെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയും ചെയ്ത ശേഷമൊക്കെ പോലും നൽകാൻ തയ്യാറാവുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിയില്ല. ഒടുവിൽ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ഈ നിയമന നടപടികളിലേക്ക് നീങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇത് സംബന്ധിച്ച എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കാൻ കുറച്ച് പേർക്കെങ്കിലും ഉത്തരക്കടലാസുകൾ നൽകാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടായത്. നമുക്കറിയാം. പക്ഷേ അപ്പോഴേക്കും ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട നിയമനം നടന്നു കഴിഞ്ഞാൽ പിന്നീട് അക്കാര്യത്തിൽ ഇടപെടുന്നതിന് പലപ്പോഴും പരിമിതികളുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പോലും ഇതിലേക്ക് കയറാൻ കഴിയില്ല. ഒപ്പം ഈ തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് പരാതിപ്പെടുന്ന അല്ലെങ്കിൽ ഈ റാങ്ക് പട്ടികയിൽ പോലും ഉൾപ്പെട്ടില്ല എന്ന് കരുതുന്നവർക്ക് പിന്നീട് റാങ്ക് പട്ടികയിൽ കയറാനുള്ള യാതൊരു നിയമപരമായ സാധ്യതയുമില്ല. അതുകൊണ്ട് കൃത്യമായ കരുക്കൾ നീക്കിയാണ് PSC അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുനാൾ നിയമ പ്രവർത്തനങ്ങളും അതായത് വ്യവഹാരങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും ഒക്കെ നടന്നിരുന്നു. പലപ്പോഴും ഇത്തരം കേസുകൾ നടക്കുമ്പോൾ PSCയുടെ അഭിഭാഷകർ കേസ് അനിശ്ചിതമായി നീക്കിവെക്കുന്ന സാഹചര്യം, കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്ത സാഹചര്യം, ഒപ്പം ഈ ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയും മറ്റുമൊക്കെ കേസിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് അത് തള്ളപ്പെടുക, പിന്നീട് ഹൈക്കോടതിയിലെത്തിയാലും ഇത്തരം സമാനമായ രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തുക എന്നതൊക്കെയാണ് ചെയ്യുക. നമുക്കറിയാം, പലരും തിരക്കേറിയ ജോലി ചെയ്യുന്ന ഏറെ തിരക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരൊന്നും ഈ കേസുകൾക്ക് പിന്നാലെ ഈ അനിശ്ചിതമായി നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേസ് തള്ളപ്പെട്ടാൽ പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരം PSCയിൽ നടന്ന ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തസ്തിക അടക്കമുള്ളവയിൽ വീണ്ടും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതികൾ സർക്കാരിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നൽകാൻ ആളുകൾ തയ്യാറെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൊക്കെ വലിയ ആവേശം കൊള്ളുന്ന നമ്മളൊക്കെ നമ്മുടെ മൂക്കിന്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു സ്വജനപക്ഷപാതം അല്ലെങ്കിൽ കിട്ടേണ്ട നീതി ലഭിക്കാതിരിക്കുക, ഇത് ചോദ്യം ചെയ്യുന്ന കാലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അഭിലാഷ്, PSCയിൽ നിന്ന് വ്യാപകമായ ക്രമക്കേടിന്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പല വഴികളാണ് PSC ഒരുക്കിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയ പ്രതിഷേധമായിരുന്നു രാജ്യത്ത് ഉണ്ടായത്. ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലും നമ്മൾ വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ കണ്ടതാണ്. പക്ഷേ PSCയിൽ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു, അർഹതപ്പെട്ട യുവാക്കൾക്കടക്കമല്ല തൊഴിൽ ലഭിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുമ്പോൾ ഇവിടെ യുവജന സംഘടനകൾ ഒന്നും ഇത് കണ്ടതേ ഇല്ല എന്ന മട്ടിലാണ്. ഏതെങ്കിലും സിനിമാ പ്രവർത്തകനോ പാട്ടുകാരനോ ഒന്നും പ്രതിഷേധവുമായി രംഗത്ത് വരികയോ സോഷ്യൽ മീഡിയയിലടക്കം ഒരു പ്രതിഷേധക്കുറിപ്പ് എഴുതാനോ തയ്യാറാകുന്നില്ല എന്നതാണ്. അത് സ്വാഭാവികമാണ്, കാരണം ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്.